കാരണം ഇത് ഓരോ ക്ഷേത്രത്തിനും ഓരോ രീതിയിലുള്ള സമ്പ്രദായങ്ങളാണ് കേരളത്തിലുള്ളത്. ശബരിമലയിൽ എല്ലാവർക്കും കയറാം, ഷർട്ട് മുണ്ടിവിടാം. അതേസമയം ഗുരുവായൂർ അങ്ങനെ പറ്റില്ല, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പറ്റില്ല. അത് തീരുമാനിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട തന്ത്രിമാരും മറ്റുള്ളവരും ചേർന്നാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഓരോ ക്ഷേത്രത്തിനും ഓരോ രീതിയാണ് കേരളത്തിലുള്ളത്. അപ്പോൾ അത് കണക്കിലെടുത്തുകൊണ്ട് വേണം തീരുമാനമെടുക്കാൻ. അപ്പോൾ അത് ദേവസ്വം ബോർഡും മറ്റ് ബന്ധപ്പെട്ട തന്ത്രിയും മറ്റെല്ലാവരുമായി ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഓരോ സ്ഥലത്തെ ഇതാണ്, ഓരോ ക്ഷേത്രത്തിന് ആചാരങ്ങളുണ്ട്. അത് നിശ്ചയിക്കുന്ന ആ ക്ഷേത്രത്തിന്റെ തന്ത്രിമാരാണ്. അപ്പോൾ ഭരണാധികാരികൾക്ക് അങ്ങനെ ഒരു മാറ്റം ആവശ്യമുണ്ടെങ്കിൽ തന്ത്രികളുമായി ചർച്ച ചെയ്ത് തന്ത്രിയുടെ അനുമതി വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ദേവപ്രശ്നം വെച്ച് നോക്കിയിട്ടോ ഇതാണ് ഹിന്ദു ക്ഷേത്രങ്ങളിലെ ആചാരം. ഇപ്പൊ ഗുരുവായൂർ ദേവസ്വത്തിൽ ഗുരുവായൂർ അമ്പലത്തിൽ ചുരിദാറിട്ട് കയറാമോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അവിടെ ഒരു തന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ സദസ്സ് വിളിക്കുകയും അവിടെ ഒരു ദേവപ്രശ്നം നടത്തുകയും ചെയ്തു. ഇത് ഹിന്ദു ആചാരമാണ്. അപ്പോൾ അതാത് ക്ഷേത്രങ്ങളിലെ ആചാരം അനുസരിച്ച് അവർക്ക് ഷർട്ട് ഇട്ട് കയറണമെന്നോ മുണ്ടുടുത്ത്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുണ്ടുടുത്ത് മാത്രമേ കയറാൻ സമ്മതിക്കൂ. അപ്പോൾ അത് അവിടുത്തെ ആചാരമാണ്. അത് അവിടെയുള്ള ഭരണാധികാരികളും അത് ആ ക്ഷേത്രത്തിന്റെ ഭരണാധികാരികളും അവിടുത്തെ തന്ത്രിയും അവിടുത്തെ പൂജാരിയും ഒക്കെയാണ് തീരുമാനിക്കുന്നത്. അതായത് ക്ഷേത്രങ്ങളിൽ ഷർട്ട് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ശിവഗിരി മഠത്തിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കുവച്ച ഒരു അഭിപ്രായമുണ്ട്. ശിവഗിരി മഠം ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സ്വാമിജി പറഞ്ഞപ്പോൾ അത് ഏറ്റുപിടിച്ചതാണ് വലിയ ചർച്ചയായത്. പക്ഷേ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഘടകകക്ഷിയായ LDF ഘടകകക്ഷിയായ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ മന്ത്രിയായ ഗണേഷ് കുമാർ ഇപ്പോൾ പറഞ്ഞത് ആ അഭിപ്രായമല്ല. അത് നമ്മളിപ്പോൾ കണ്ടു. അതിനുശേഷം മുഖ്യമന്ത്രിക്ക് മതസംഘടനകളുടെ ഭാഗത്തുനിന്ന് വലിയ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നു. NSSും SNDPയും യോഗക്ഷേമ സമയം മുഖ്യമന്ത്രി തള്ളി. മതസ്പർദ്ധ വളർത്താൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നുവെന്ന ആരോപണം കോൺഗ്രസ് ഉയർത്തി. BJP ആകട്ടെ ക്ഷേത്രങ്ങളിൽ പിണറായിക്ക് എന്ത് കാര്യമെന്ന് ചോദിച്ചു. ഏറ്റവും ഒടുവിൽ ഇന്ന് LDF സർക്കാരിലെ മന്ത്രി ഗണേഷ് കുമാർ മുഖ്യമന്ത്രിയെ തള്ളിയാണ് രംഗത്ത് വന്നത്. NSSും കോൺഗ്രസും ഒക്കെ പറഞ്ഞതുപോലെ ക്ഷേത്രതന്ത്രിമാർ അത് തീരുമാനിക്കട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സമുദായ സംഘടനകളുടെ പിന്തുണ തേടാൻ കോൺഗ്രസ് നേതാക്കന്മാർ മത്സരിക്കുമ്പോഴാണ് ആചാര വിഷയങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായം LDFിൽ ഉയരുന്നത്. യഥാർത്ഥത്തിൽ ഷർട്ട് വിവാദത്തിൽ മുഖ്യമന്ത്രി ഒറ്റപ്പെട്ടു. ഇതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പ്രധാനപ്പെട്ട അതിഥികളായി ശ്രീ ആയൂർ ബിജു ഇടത് നിരീക്ഷകൻ ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. ശ്രീ VR അനൂപുണ്ട് കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി. ശ്രീ K സോമൻ BJPയുടെ പ്രതിനിധിയായി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ശ്രീ ആയൂർ ബിജു, ഇത് നമുക്കറിയാം, ഒരു ഭരണാധികാരി ഒരു വിഷയത്തിൽ ഇടപെടേണ്ടത് എപ്പോഴാണ്? ഇപ്പോൾ സാമൂഹികമായ ഒരു അസമത്വം നിലനിൽക്കുന്നു, നീതി നിഷേധം വരുന്നു, പരാതികൾ വരുന്നു. ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഒരു വിഷയത്തിൽ ഉണ്ടാകുമ്പോൾ ആ ഭരണാധികാരിക്ക് ഇടപെടാം. അതിപ്പോൾ ഏത് വിഷയത്തിലാണെങ്കിലും അത് പരിഹരിക്കാൻ. പക്ഷേ ഇവിടെ ശിവഗിരി മഠത്തിലെ വളരെ പ്രധാനപ്പെട്ട സ്വാമി, അദ്ദേഹത്തിന് ഇത് പറയാൻ അവകാശമുണ്ട്, അദ്ദേഹത്തിന് അത് പറയാം. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. പക്ഷേ അതിനെ പിന്തുണയ്ക്കുന്നു. അത്തരം മാറ്റങ്ങൾ വേണമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. അത് പിന്നീട് എത്ര സംഘടനകളുടെ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഗണേഷ് കുമാറിൻ്റെ പോലും എതിരഭിപ്രായം ഏറ്റുവാങ്ങേണ്ട പശ്ചാത്തലം ഉണ്ടാകുന്നു. അത്തരമൊരു സാഹചര്യം ഒരുക്കിയതിൽ മുഖ്യമന്ത്രി തന്നെയല്ലേ കുറ്റക്കാരൻ? നോക്ക്, നമ്മളിതിൻ്റെ നാൾ വഴിയിലേക്ക് തിരികെ പോയാൽ ശിവഗിരി മഠത്തിൽ നടന്ന ഒരു പരിപാടിയിൽ വെച്ച് ആ മഠത്തിൻ്റെ സർവ അധികാരിയുമായ ഒരു സ്വാമി പറയുന്നു, ശ്രീനാരായണീയരുടെ ചില ക്ഷേത്രങ്ങളിൽ ഷർട്ടൂരി കയറുന്ന ഒരു വ്യവസ്ഥതയുണ്ട്, അത് മാറ്റപ്പെടേണ്ടതല്ലേ എന്നൊരു ആശങ്ക അദ്ദേഹം പങ്കുവയ്ക്കുകയാണ്. ആ ആശങ്ക പങ്കുവയ്ക്കുമ്പോൾ അതിനോട് അനുകൂലിച്ച് മുഖ്യമന്ത്രിയോട് സംസാരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതെ, മഠാധിപതി പറഞ്ഞ കാര്യം ശരിയായ ഒരു കാര്യമാണെന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് ഈ പറയുന്ന പൊതുസമൂഹം ഈ മഠാധിപതിക്കെതിരെ തിരിയുന്നില്ല? ആരും തിരിഞ്ഞ് നമ്മൾ കണ്ടില്ല. NSSന്റെ പ്രസിഡന്റ് മാത്രമേ ആ തരത്തിലൊരു അഭിപ്രായം ജനറൽ സെക്രട്ടറിയും പറഞ്ഞു. ഞാൻ മറ്റു കാര്യം ചോദിക്കട്ടെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ മന്ത്രിസഭയോ അങ്ങനെ തീരുമാനിച്ചില്ലല്ലോ. ഞങ്ങളൊരു നയം വ്യക്തമാക്കിയോ? അല്ലെങ്കിൽ ഞങ്ങൾ അത്തരത്തിൽ നിങ്ങൾ അങ്ങനെ ആകാവൂ എന്ന് കേരളത്തിന്റെ ആരാധനായ മുഖ്യമന്ത്രി പറഞ്ഞില്ല. ഒരു പരിപാടിയിൽ തന്നെ ക്ഷണിച്ച ഒരു പരിപാടിയിൽ അവിടുത്തെ മുഖ്യ ആളായ വ്യക്തി വന്ന അഭിപ്രായത്തോട് സമരസപ്പെടുകയേ ചെയ്തിട്ടുള്ളൂ മുഖ്യമന്ത്രി. അല്ല, അത് ഈ സമൂഹത്തിനെ ബാധിക്കുന്ന വിഷയമാണെങ്കിൽ, ആചാരപരമായ വിഷയമാണെങ്കിൽ, വിശ്വാസികളെ അത് ഈ പറഞ്ഞതുപോലെ സ്വാധീനിക്കുന്ന വിഷയമാണെങ്കിൽ അതിന് അഭിപ്രായം പറയാൻ ഒന്ന് ആലോചിക്കണം. അത് നേരത്തെ നമുക്കറിയാം, ഇങ്ങനെ നിരവധി വിഷയങ്ങളിൽ, വിശ്വാസപരമായ വിഷയങ്ങളിൽ അഭിപ്രായം പറഞ്ഞ് പുലിവാല് പിടിച്ചിട്ടുള്ള ഒരു കക്ഷി കൂടിയാണ് CPM അല്ലെങ്കിൽ പിണറായി സർക്കാർ പല അവസരങ്ങളിലും. ഇപ്പോൾ ഇവിടെയും ഈ തരത്തിൽ സംഭവിക്കുകയാണ്. ഇന്ന് കൃത്യമായി
മന്ത്രിസഭയിലെ പ്രധാനിയായ ഗണേഷ് കുമാർ അത് തിരുത്തുകയും ചെയ്യുന്നു. CPI പ്രധാന ഘടകകക്ഷി CPI അഭിപ്രായം പറഞ്ഞിട്ടില്ല. അവർ പലപ്പോഴും ഇതിൽ നിന്ന് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ വഴുതി മാറുന്ന പശ്ചാത്തലമാണ്. അങ്ങനെ മുഖ്യമന്ത്രിക്ക് മാത്രം ഇങ്ങനെ കാലാനുസൃതമായി മാറ്റങ്ങൾ ഉണ്ടാകണമെന്നും കാലാന്തരത്തിൽ മാറ്റമുണ്ടാകുമെന്നും ഒക്കെ പറഞ്ഞു വെക്കേണ്ട കാര്യം എന്താണെന്നാണ് ചോദ്യം. അല്ല, അത് സാന്ദർഭികമായി ഉണ്ടായ വിഷയത്തിൽ മുഖ്യമന്ത്രി സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ വിശ്വാസത്തെ ഹനിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഭക്തരുടെ മേളിൽ അടിച്ചേൽപ്പിക്കുന്ന തരത്തിൽ ഇന്നതേ ചെയ്യാവൂ, നിങ്ങൾ ഇന്നത് ചെയ്യണം എന്ന് അദ്ദേഹം പറഞ്ഞു കണ്ടില്ല. ദുർവ്യാഖ്യാനങ്ങൾ പലരും ദോഷീയ ദൃക്കുകൾ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ BJP-ക്കാരോ അങ്ങനെയുള്ള ഇതര അതായത് മുഖ്യമന്ത്രിയെയും ഇടതുപക്ഷത്തെയും താറടിച്ച് കാണണം എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാര് അതിനെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ വളച്ചൊടിച്ചുകൊണ്ട് പോവുകയാണ്. ഇനി ബഹുമാനായ ഞങ്ങളുടെ മന്ത്രിസഭാ അംഗമായ KB ഗണേഷ് കുമാർ എന്നൊരു കാര്യം പറഞ്ഞു. അത് യാഥാർത്ഥ്യം തന്നെയാണ്. അത് മുഖ്യമന്ത്രിയെ തിരുത്തി എന്നൊന്നും പറയരുത്. അതിനുവേണ്ടി ഒന്നുമുള്ള സാഹചര്യവും ഭൗതിക സാഹചര്യവും അല്ലെങ്കിൽ രാഷ്ട്രീയ സാഹചര്യവും ഒന്നും ഈ പറയുന്ന KB ഗണേഷ് കുമാർ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്കോ അദ്ദേഹത്തിനും ഇല്ല. അദ്ദേഹം ഒരിക്കലും അങ്ങനെയല്ല പറഞ്ഞത്. അദ്ദേഹം അതിൻ്റെ ഒരു വശമാണ് സംസാരിച്ചത്. ഒരു അമ്പലമാകുമ്പോൾ, ഒരു ആരാധനാലയമാകുമ്പോൾ തന്ത്രിയുണ്ട്, പൂജാരിമാരുണ്ട്, അവരുമായി ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതാണ് ശരി. അത് ഗണേഷ് കുമാർ പറഞ്ഞാണ്, മുഖ്യമന്ത്രി പറഞ്ഞത്. അത് മുഖ്യമന്ത്രി പറഞ്ഞല്ല, ഗണേഷ് കുമാർ പറഞ്ഞാണ്. അതെ, ഞാൻ ചോദിച്ചു അത് തന്നെയാണ്. ഗണേഷ് കുമാർ മുഖ്യമന്ത്രിയെ തിരുത്തി എന്നുള്ള വാചകം ഒരു കാരണവശാലും കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിക്കില്ല. അദ്ദേഹത്തിന് അങ്ങനെ ഒരു വാക്ക് പറയാമായിരുന്നല്ലോ. അമ്പലവുമായി ബന്ധപ്പെട്ടവർ വിശ്വാസ സമൂഹം തീരുമാനിക്കട്ടെ, അത്തരം മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ എന്ന് പറയാമായിരുന്നല്ലോ. അദ്ദേഹം അങ്ങനല്ലോ പറഞ്ഞത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ രാഷ്ട്രീയ നേതാക്കന്മാരും നവോത്ഥാന നേതാക്കന്മാരും ഇന്ത്യ മഹാരാജ്യത്തിലും കേരളത്തിലുമുള്ള ഇത്തരത്തിൽ പൊതുമേഖലയിൽ പൊതുസ്ഥലത്ത് പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ പ്രവർത്തന ഫലം കൊണ്ട് തന്നെയാണ് ഈ കേരളം അല്ലെങ്കിൽ ഈ ഇന്ത്യ ഇന്ന് ഈ നിലയിൽ എത്തിയിട്ടുള്ളത്. പഴയ കാലഘട്ടങ്ങളിലേക്ക് നിങ്ങൾ ചെന്ന് നോക്കൂ. അങ്ങനെയാണെങ്കിൽ ചർച്ച ചെയ്ത സനാതന ധർമ്മം ഉൾപ്പെടെ നമ്മൾ വീണ്ടും ചർച്ച ചെയ്യേണ്ടി വരും. ഇത് ഒരാളിന്റെ ഫലമായിട്ടാണോ അതോ ഒരു സമുദായത്തിന്റെ ഫലമായിട്ടാണോ? പഴയ കാലഘട്ടങ്ങളിൽ അധസ്ഥിതരായ ജനങ്ങൾക്ക് അമ്പലങ്ങളിൽ കയറാൻ പോലും സാധ്യമാകുമായിരുന്നില്ല. ഇതേപോലെ പലരും പറഞ്ഞതിന്റെ പേരിലാണ് ഇത്തരത്തിൽ അവർക്കൊക്കെയും സ്വൈരമായ അമ്പലങ്ങളിൽ കയറാൻ പോലും പറ്റുന്നത്. അപ്പോൾ ഒരു മാറ്റം എന്ന നിലയിൽ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, ഞങ്ങൾ രാഷ്ട്രീയ നിലപാട് എടുത്തിട്ടില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്തിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് അതിനകത്ത് ഇങ്ങനെ ആകാവൂ എന്ന അഭിപ്രായവുമില്ല. ഒരു സാന്ദർഭികമായൊരു വന്ന വിഷയത്തിൽ അദ്ദേഹം സംസാരിച്ചു എന്നുള്ളത് ശരിയാണ്. അവിടെ ഉണ്ടായിരുന്ന സ്വാമിജിയുമായിട്ട് സമരസപ്പെടുകയാണ് ഉണ്ടായത്. ശരി, ശ്രീ കെ സോമൻ അങ്ങനെ കണ്ടാൽ മതിയോ അതിനെ? നമുക്കറിയാം, ഇതൊരു ശ്രീ ആയൂർ ബിജു പറയുന്നത് പോലെ അങ്ങനെ ഒരു അതിനുശേഷം CPI നേതാക്കളൊക്കെ അദ്ദേഹത്തെ പിന്തുണച്ച് രംഗത്ത് വരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ ഈ തരത്തിൽ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്തതിൽ അദ്ദേഹം സാന്ദർഭികമായി എടുത്തൊരു നിലപാടാണ് എന്ന് മാത്രം കണ്ടാൽ മതിയോ, അതോ അതിന് മറ്റു എന്തെങ്കിലും വ്യാഖ്യാനങ്ങൾ നൽകേണ്ടതുണ്ടോ? ശ്രീ രഞ്ജിത്തെ, ഈ വിഷയത്തിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെ നമ്മൾ കാണേണ്ടതുണ്ട്. അതിലൊന്ന്, ഷർട്ട് വിവാദത്തിൽ പിണറായി വിജയൻ ഒറ്റപ്പെട്ടോ എന്ന ചോദ്യത്തിന് പിണറായി വിജയൻ ഒറ്റപ്പെട്ടു എന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം. ഷർട്ട് വിവാദത്തിൽ ഈ മന്ത്രിസഭയിലെ ഒരംഗം തന്നെയാണ് ഇന്ന് വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മന്ത്രിസഭയുടെ തലവനാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയൻ പറഞ്ഞതിന് വിരുദ്ധമായിട്ടുള്ള ഒരഭിപ്രായം മന്ത്രിസഭയിലെ ഒരു മന്ത്രി തന്നെ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ മന്ത്രിസഭയിലെ ഒരംഗം മുഖ്യമന്ത്രിയിൽ അവിശ്വാസം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി പറഞ്ഞതിനോട് യോജിപ്പില്ല എന്ന് പറയുകയാണ്. മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ബഹുമാനായ ശ്രീ ആയൂർ ബിജു പറയുന്നത് പോലെ അല്ല. ഗണേഷ് കുമാർ കരുത്തുള്ള പാർട്ടിയുടെ നേതാവാണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് അവരവിടെ ചർച്ച ചെയ്തോട്ട്. പക്ഷെ മന്ത്രിസഭയുടെ തലവൻ മുഖ്യമന്ത്രിയല്ലേ? ആ മുഖ്യമന്ത്രി പറഞ്ഞതിന് ഘടകവിരുദ്ധമായ ഒരു സമീപനം ആ മന്ത്രിസഭയിലെ ഒരു അംഗം സ്വീകരിച്ചാൽ മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഈ നാട് കാണുന്നത്. ഒന്ന്. രണ്ട്, പൊന്നുരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യമെന്നേ? പിണറായി വിജയൻ വിശ്വാസിയാണോ? വിഗ്രഹാരാധനയെ പിണറായി വിജയൻ അംഗീകരിക്കുന്നുണ്ടോ? അവരുടെ അണികൾ വിശ്വാസികളായി ജീവിക്കുന്നതിന് പാർട്ടി അനുവാദമുണ്ടോ?
ഗണപതി ഹോമം പാടില്ല എന്ന് CPM തീരുമാനിച്ചത് ഈ നാട് മറന്നിട്ടുണ്ടോ? അപ്പൊ ഈ നിലയിൽ പൊന്നുരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യമാണുള്ളത്? അവിടെ സ്വാമി ശിവഗിരിയിലെ സ്വാമി സച്ചിദാനന്ദ സ്വാമികൾ ഒരഭിപ്രായം മുന്നോട്ട് വെച്ചു. ഒരു ഭരണാധികാരി എന്ന നിലയിൽ അഭിപ്രായം പറഞ്ഞു എന്ന് നിഷ്കളങ്കമായി ശ്രീ ആയൂർ ബിജു അതിനെ കാണുന്നുണ്ടെങ്കിൽ ഈ നാടങ്ങനെ കാണുന്നില്ല. അതുകൊണ്ടാണ് NSSന്റെ ബഹുമാനനായ ജനറൽ സെക്രട്ടറി ചോദിച്ചത്, എന്തുകൊണ്ട് ഇതര മതവിഭാഗങ്ങളുടെ ആചാരങ്ങളിൽ, അനുഷ്ഠാനങ്ങളിൽ, വസ്ത്രധാരണത്തിൽ എന്തുകൊണ്ട് ശ്രീമാൻ പിണറായി വിജയൻ ഇടപെടുന്നില്ല, അഭിപ്രായം പറയുന്നില്ല എന്ന പ്രസക്തമായ ചോദ്യത്തോട് ആയൂർ ബിജുവിന് എന്താണ് പറയാനുള്ളത്, പിണറായി വിജയൻ എന്താണ് പറയാനുള്ളത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവിടെ ശ്രീ രഞ്ജിത്ത്, ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, CPMന്റെ സമ്മേളനങ്ങൾ നടക്കുകയാണ്. ഈ സമ്മേളന കാലഘട്ടത്തിൽ പിണറായി വിജയനെതിരായി, പിണറായി വിജയന്റെ മകൾക്കെതിരായി, CPMന്റെ സംസ്ഥാന സെക്രട്ടറിക്കെതിരായിട്ട് സഖാക്കന്മാർ പാർട്ടി സമ്മേളനങ്ങളിൽ രൂക്ഷമായ വിമർശനങ്ങൾ നടത്തുകയാണ്. സ്വാഭാവികമാണ്, പാർട്ടി സമ്മേളനങ്ങൾ വിമർശനങ്ങൾ വരും. പക്ഷേ ആലപ്പുഴ ജില്ലയിലെ ഒരു പാർട്ടി സഖാവ് അവരുടെ ഒരു സംസ്ഥാന കമ്മിറ്റി മെമ്പർക്കെതിരെ ഉയർന്ന ആരോപണത്തെ സംബന്ധിച്ച് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? എന്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നെങ്കിൽ ഈ സഖാക്കന്മാരെ വെടിവെച്ച് കൊല്ലാൻ ഞാൻ തയ്യാറായി വരുമെന്ന് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പങ്കെടുക്കുന്ന ഏരിയ സമ്മേളനത്തിൽ ഒരു സഖാവ് എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്. അത്ര രൂക്ഷമായ വിമർശനങ്ങൾ നടന്ന് ഏരിയ സമ്മേളനങ്ങൾ കഴിഞ്ഞ് ജില്ലാ സമ്മേളനങ്ങളിലേക്ക് കടക്കുന്ന സന്ദർഭത്തിൽ ഈ നാടിന്റെ ചിന്താഗതിയെ ഒന്ന് മാറ്റിമറിക്കാൻ ശ്രീമാൻ പിണറായി വിജയൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രി, ശിവഗിരി തീർത്ഥാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആരോ എഴുതിക്കൊടുത്ത ഒരു പ്രസംഗം, ആരോ എഴുതിക്കൊടുത്ത പ്രസംഗം എന്നുള്ളത് ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ശ്രീമാൻ PN മനോജ് എഴുതിക്കൊടുത്ത പ്രസംഗമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ബഹുമാനനായ പ്രഭാവർമ്മ അദ്ദേഹം എഴുതിക്കൊടുത്ത പ്രസംഗമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇത് മുഖ്യമന്ത്രിയുടെ മരുമകൻ ശ്രീമാൻ റിയാസ് എഴുതി കൊടുത്തിട്ടുള്ള പ്രസംഗമാണ്. എന്താണ് ഞാൻ അങ്ങനെ പറയുന്നത്? മുഖ്യമന്ത്രി എന്താണ് ആ പ്രസംഗത്തിൽ പറയുന്നത്? ലോകാ സമസ്തോ സുഖിനോ ഭവന്തു. സംസ്കൃതം ഉച്ചരിക്കാൻ മുഖ്യമന്ത്രിക്ക് അറിയാതെ പോയതല്ല. എഴുതി കൊടുത്ത പ്രസംഗം വായിച്ചപ്പോ ലോകാ സമസ്തോ എന്ന് വായിച്ചത് റിയാസ് എഴുതി കൊടുത്തത് അങ്ങനെയാണ്. മുഖ്യമന്ത്രിയുടെ മരുമകൻ അങ്ങനെയാണ് എഴുതി കൊടുത്തത്. ഇപ്പോൾ റിയാസ് എഴുതി കൊടുത്ത പ്രസംഗം എന്നൊക്കെ നമുക്ക് അങ്ങനെ പറയാം. പക്ഷെ അതങ്ങനെ അതിലൊക്കെ എത്ര യാഥാർത്ഥ്യമുണ്ടെന്ന് നോക്കി കാണണം ശ്രീ സോമൻ. നമുക്കറിയാം ആരൊക്കെയാണ് പ്രസംഗം എഴുതി കൊടുക്കാൻ, അതിന് പ്രത്യേക ആളുകൾ തന്നെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടു. പക്ഷെ ഇവിടെ ഈ സ്വാമിജി, സച്ചിദാനന്ദ സ്വാമികൾ അഭിപ്രായം പറഞ്ഞതിന് ശേഷമാണ്, മുഖ്യമന്ത്രി പ്രസംഗത്തിൽ വായിച്ചതല്ല, അത് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം അതിനോട് യോജിച്ചുകൊണ്ട് കൂട്ടിച്ചേർക്കുകയായിരുന്നു അത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അല്ല രഞ്ജിത്ത്, ഞാൻ പൂർത്തീകരിച്ചോട്ടെ. സനാതന വിശ്വാസത്തെ പരിഹസിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗം അടക്കമുള്ള കാര്യങ്ങളിലെ പരാമർശത്തെ സംബന്ധിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. അതിനുശേഷം ഞാൻ ചോദിക്കുന്നത്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് NSSന്റെ ജനറൽ സെക്രട്ടറി ചോദിച്ച ചോദ്യവും ശ്രീ ഗണേഷ് കുമാർ ചോദിച്ച ചോദ്യവും ഒക്കെ ഒന്ന് തന്നെയാണെന്നേ. എന്തുകൊണ്ട് ഇതര മതവിഭാഗങ്ങൾ, നമുക്കറിയാമല്ലോ, ഇവിടെ തെരുവിൽ കണ്ടാൽ ഭയക്കുന്ന വേഷം ധരിച്ചുകൊണ്ട് ചില ആളുകൾ നടക്കുന്നുണ്ട്. അവരുടെ ഇടയിൽ തന്നെ പട്ടണത്തിൽ ഭൂതങ്ങൾ എന്നറിയപ്പെടുന്ന ചില സവിശേഷമായ വേഷവിധാനങ്ങൾ ധരിച്ചുകൊണ്ട് പൊതു ഇടങ്ങളിലും പരീക്ഷാ കേന്ദ്രങ്ങളിലും സർക്കാർ വിദ്യാലയങ്ങളിലും ഒക്കെ തന്നെ നടക്കുന്ന ചില വേഷവിധാനങ്ങളെ ചോദ്യം ചെയ്യുന്നുണ്ടോ? കേരളത്തിൽ ഒരു മതസംഘടനയുടെ സദസ്സിൽ പഠനത്തിൽ മികവ് പുലർത്തിയ ഒരു വിദ്യാർത്ഥിക്ക് ആദരവർപ്പിക്കാൻ വേണ്ടി ആ പെൺകുട്ടിയുടെ പേര് വിളിച്ചപ്പോ, അരുതേ എന്ന് മതപണ്ഡിതൻ വിളിച്ചു പറഞ്ഞപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി എവിടെയായിരുന്നു? എന്തുകൊണ്ട് ഹിന്ദുവിന്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സംസ്കാരത്തെയും പൈതൃകത്തെയും പാരമ്പര്യത്തെയും പരിഹസിക്കാൻ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ കോട്ടയത്ത് നടത്തിയ പ്രസംഗം എന്താണ്? സനാതനം എന്നത് അശ്ലീലമാണെന്ന് പറയുന്ന അധിക പ്രസംഗം ഈ കേരളത്തിൽ നടത്തുകയാണ്. ഹിന്ദുവിന്റെ മേലെ കുതിര കയറുകയാണ്, ഹിന്ദു വിശ്വാസങ്ങളെ പരിഹസിക്കുകയാണ്, ഹിന്ദുവിന്റെ സങ്കല്പങ്ങളെ അവഹേളിക്കുകയാണ്. ഗണപതി മിത്താണ് എന്ന് പറഞ്ഞ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ ഉണ്ടായത് അറിയാമല്ലോ. അതുകൊണ്ട് നിലവിലുള്ള CPM വിരുദ്ധ വിചാരണയെ, മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള വിമർശനങ്ങളെ വഴിതിരിച്ചു വിട്ടുകൊണ്ട് എന്നാൽ സനാതന ധർമ്മത്തെയും ഹിന്ദു വിശ്വാസങ്ങളെയും ഒക്കെ അവഹേളിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്.
ഇവിടെ നിലവിലുള്ള ആചാരം എന്താണ്? ക്ഷേത്രങ്ങളിൽ ഷർട്ട് ധരിക്കാതെയും ധരിച്ചും പോകുന്ന ക്ഷേത്രങ്ങളുണ്ട്. നമുക്കറിയാം, മുത്തപ്പന്റെ അമ്പലത്തിൽ കണ്ണൂരിൽ ഷർട്ട് ധരിച്ചുകൊണ്ട് കയറാം. പക്ഷെ പിണറായിക്ക് സ്വാധീനമുള്ള, CPM സ്വാധീനമുള്ള കണ്ണൂരിലെ പല കാവുകളിലും ഷർട്ട് ധരിക്കാതെ പോകുന്ന അനുഭവമുണ്ട്. ചില മാസങ്ങളിൽ മത്സ്യം വിൽക്കാൻ പോലും അനുവദിക്കാത്ത കാവുകൾ കണ്ണൂരിലുണ്ട്. അത് നിലനിൽക്കുന്ന ഒരു ആചാരമാണ്, ഒരു അനുഷ്ഠാനമാണ്. തീർച്ചയായും അതിലേക്ക് വരാം. ദയവായി തുടരുക. ശ്രീ VR അനൂപ്, ഇവിടെ ഈ നമുക്കറിയാം, ഈ വിഷയത്തിൽ ആദ്യം അഭിപ്രായം പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് ശേഷം അതുമായി ബന്ധപ്പെട്ട ആദ്യം അഭിപ്രായം പറഞ്ഞ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല, അദ്ദേഹം പറഞ്ഞത് ഇന്ന് ഈ പറഞ്ഞതുപോലെ ഗണേഷ് കുമാറുമായി ചേർത്ത് വെക്കണം. അതിനുശേഷം NSS ജനറൽ സെക്രട്ടറിയും ഈ വിഷയത്തിൽ അതിന് പ്രതികരിച്ചു. ആ ക്ഷേത്രങ്ങളിലെ തന്ത്രിമാർ തീരുമാനിക്കട്ടെ, ക്ഷേത്ര കമ്മിറ്റികൾ തീരുമാനിക്കട്ടെ. ഇന്ന് ഗണേഷ് കുമാറും അതേ അഭിപ്രായം പറയുന്നത്, അതായത് ആചാരങ്ങൾ ഓരോ ക്ഷേത്രങ്ങൾക്കും വ്യത്യസ്തമാണ്, അത് തന്ത്രിമാർ തീരുമാനിക്കണം, അതായത് ക്ഷേത്ര കമ്മിറ്റികൾ തീരുമാനിക്കണമെന്ന് പറയുന്നു. അങ്ങനെ പറയുമ്പോൾ ഈ NSSന്റെ വേദിയിൽ നമുക്കറിയാം അന്ന് പങ്കെടുത്ത രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളാണ്, NSSുമായി ചേർന്ന് നിൽക്കുന്ന വ്യക്തികളാണ്. ഒരാൾ ഡയറക്ടർ ബോർഡ് മെമ്പറാണ് KV ഗണേഷ് കുമാർ, മറ്റൊരാൾ NSSന്റെ വേദി ഉദ്ഘാടനം ചെയ്ത വ്യക്തിയാണ്. ആ തരത്തിൽ NSSനോട് ചേർന്ന് നിൽക്കുന്ന അഭിപ്രായം എന്ന് മാത്രം ഇതിനെ കണ്ടാൽ മതിയോ? ഗണേഷ് കുമാറിന്റെ വാക്കുകളിൽ മുഖ്യമന്ത്രിയെ തിരുത്തുന്ന നില ഉണ്ടോ? ഇതിനകത്ത് കേരളത്തിൽ CPM കാലാകാലങ്ങളായി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു പൊതുബോധമുണ്ട്. അത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ സാമുദായിക സംഘടനകളുടെ പക്ഷത്ത് നിൽക്കുന്നതും, എന്നാൽ കേരളത്തിന്റെ മുഴുവൻ പുരോഗമനത്തിന്റെ കുത്തക അവകാശം ഞങ്ങളാണ് മാറ്റത്തിന്റെ ചാലക ശക്തി എന്ന ഒരു നരേറ്റീവാണ് കാലാകാലങ്ങളിൽ CPM സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ ചരിത്രം എന്താണ് യാഥാർത്ഥ്യം? കേരളത്തിൽ എല്ലാ ജാതി മത വിഭാഗങ്ങളിലെ സാമുദായിക സംഘടനകളുമായി സഖ്യം ചേർന്നിട്ടുള്ള പ്രസ്ഥാനമാണ് CPM ഇപ്പോൾ NSSനെ എതിർസ്ഥാനത്ത് നിൽക്കുമെന്ന് നമുക്ക് തോന്നാം. CPMന്റെ ചരിത്രം എന്താ? 1957 EMSന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത് എങ്ങനെയാണെന്ന് തോപ്പിൽ വാസിയുടെ ആത്മകഥയിലുമുണ്ട്. VS സർക്കാരിന്റെ കാലത്ത് DGP ആയിരുന്ന ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആയിരുന്ന ജനാർദ്ദന കുറുപ്പിന്റെ ആത്മകഥയിലുണ്ട്. അദ്ദേഹം പറയുന്നത് അന്ന് മന്നത്ത് പത്മനാഭന്റെ അനുഗ്രഹാശിസുകളോടെയാണ് EMSന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത്. നിങ്ങൾ കുറച്ച് കൊള്ളാവുന്ന നായർ സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുണ്ട്, കൊള്ളാവുന്ന നായന്മാർ ജയിച്ചു വരുമെന്ന് പറയുന്ന NSSന്റെ അനുഗ്രഹാശിസുകളോട് കൂടിയാണ് കേരളത്തിലെ ആദ്യത്തെ ഈ പറയുന്ന ബാലറ്റിലൂടെ അധികാരത്തിൽ ലോകത്തെ ആദ്യത്തെ ഗവൺമെന്റ് എന്നിവർ അഭിമാനിക്കുന്ന ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ടുള്ളത്. അന്ന് NSS കോൺഗ്രസിനെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. C കേശവന്റെ ശബരിമല ക്ഷേത്രത്തിൽ നിന്ന് സംഭവിച്ച അഗ്നിബാധയെ തുടർന്ന് അന്നത്തെ തിരുവച്ചിയുടെ മുഖ്യമന്ത്രിയായ C കേശവൻ നടത്തിയ ഒരു പ്രസ്താവനയെ തുടർന്നൊക്കെ ഉണ്ടായ NSSനുണ്ടായ അസംതൃപ്തി ക്യാഷ് ചെയ്തിട്ടുള്ള ആളുകളാണ്. ഇവിടെ മുസ്ലിം ലീഗുമായി കോൺഗ്രസിന്റെ ബന്ധത്തെ കുറിച്ച് പറയുന്ന ഇടതുപക്ഷക്കാരുണ്ടല്ലോ, നിരന്തരമായി അങ്ങേയറ്റം വർഗീയ ജടിലമായ പ്രസ്താവനകൾ നടത്തുന്നുണ്ടല്ലോ. കേരളത്തിൽ മുസ്ലിം ലീഗുമായി ആദ്യമായി ഒരു രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കിയത് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചിട്ടില്ലേ? അപ്പോൾ കേരളത്തിൽ ഒരു വശത്ത് തരാതരം പോലെ എല്ലാ സാമുദായിക പാർട്ടികളും എല്ലാ സാമുദായിക ശക്തികളും വർഗീയമാണ് എന്നുള്ള അഭിപ്രായം കോൺഗ്രസിനില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് സാമുദായിക പാർട്ടികൾക്ക്, സമുദായ സംഘടനകൾക്ക്, മതസംഘടനകൾക്ക് അതിന്റെ അഭിപ്രായം പറയാം. രാഷ്ട്രീയ പാർട്ടികൾക്ക് അതുമായി അടുക്കാവുന്ന ഒരു ദൂരമുണ്ട്, അകൽച്ച വേണ്ട ഒരു ദൂരമുണ്ട്. പക്ഷെ അതിന്റെ അഭിപ്രായങ്ങളെ സിവിൽ സൊസൈറ്റിയുടെ ഭാഗമായി കേൾക്കണമെന്ന അഭിപ്രായമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ഒരു പൊസിഷൻ ഉണ്ട്, അതായത് ഇത്തരം കാര്യങ്ങളിൽ ആചാരപരമായ വിഷയങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക്, നമ്മുടെ ഭരണാധികാരികൾക്ക് അഭിപ്രായം പറയാം എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ പൊസിഷൻ. അങ്ങനെയാണോ? കോൺഗ്രസിന്റെ ഇത്തരത്തിലുള്ള ട്രഡീഷൻ ഉണ്ടല്ലോ, പാരമ്പര്യമുണ്ടല്ലോ. ഇപ്പൊ ശിവഗിരി മഠാധിപതിയായ സ്വാമി സച്ചിദാനന്ദ സ്വാമികൾ അദ്ദേഹം ഒരു അഭിപ്രായം പറയുന്നു. ശിവഗിരി മഠത്തിന്റെ ചരിത്രം എന്താ? കേരളത്തെ മുന്നോട്ട് നയിച്ചതിൽ കൃത്യമായൊരു പങ്കുള്ളൊരു പ്രസ്ഥാനമല്ലേ. നമ്മൾ ഈ ശിവഗിരി മഠത്തെ ഈഴവ സമുദായവുമായി ചേർത്ത് വയ്ക്കുന്നതിൽ പോലും അപാകതയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതല്ലല്ലോ യാഥാർത്ഥ്യം.
ശ്രീനാരായണ ഗുരുവിന്റെ നിന്നുള്ള രണ്ട് സംഘടനകളാണ് SNDP യോഗം. SNDP യോഗം പോലും വിഭാവന ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒരു സമുദായ സംഘടനയല്ല, പക്ഷെ ബലത്തിന് ഇപ്പോൾ ഒരു സമുദായ സംഘടനയായി പ്രവർത്തിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാം. പക്ഷെ ശിവഗിരി മഠം അതിന്റെ ചരിത്രത്തിലുടനീളം പുലർത്തിയ ഉന്നതമായ മൂല്യങ്ങളുണ്ട്. അതിന്റെ മഠാധിപതികളായി പല സമുദായത്തിൽപ്പെട്ട ആളുകൾ വന്നിട്ടുണ്ട്. ശിവഗിരി തീർത്ഥാടനം, ആദ്യത്തെ തീർത്ഥാടനം നടക്കുമ്പോൾ അതിന്റെ സെക്രട്ടറി ആയ, പിന്നീട് മഠാധിപതിയായ സുഗുണാനന്ദ സ്വാമികൾ എന്ന് പറയുന്ന അരയ സമുദായത്തിൽ വന്ന ആളാ. നായർ സമുദായത്തിൽപ്പെട്ട ആളുകൾ അതിന്റെ നേതൃസ്ഥാനത്ത് വന്നിട്ടുണ്ട്. അപ്പൊ എന്റെ ശ്രീ വി ആർ അനൂപ്, എന്റെ ഒരു സംശയം അതല്ല, ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ പറയുന്നത് പോലെ കാലാനുസൃതമായ മാറ്റങ്ങൾ ഇത്തരം ആചാരങ്ങളിൽ ഉണ്ടാകണം. ചില ക്ഷേത്രങ്ങളിൽ, ഈഴവ ക്ഷേത്രങ്ങളിലടക്കം ഷർട്ട് ഊരി പ്രവേശിപ്പിക്കുന്ന അവസ്ഥയുണ്ട്, അത് മാറണം. അത് സ്വാമി പറയുന്നതിനോട് കോൺഗ്രസ് യോജിക്കുന്നു. അതേസമയം അതിൽ പിണറായി വിജയൻ കണ്ട യോജിപ്പ്, അതിനോട് കോൺഗ്രസിന് യോജിപ്പില്ല. അങ്ങനെയാണോ? ഞാൻ അതിലേക്ക് വരാം. ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ശിവഗിരി മഠത്തിന് അങ്ങനെ വലിയ പാരമ്പര്യമുണ്ട്. വിവിധ സമുദായങ്ങളിൽപ്പെട്ട ആളുകൾ അതിന്റെ സ്ഥാനത്ത് വന്നിട്ടുണ്ട്. ദളിതർ മുതൽ ബ്രാഹ്മണർ വരെ ആ സന്യാസ സംഘത്തിൽ ഭാഗമായിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായ ധർമ്മതീർത്ഥർ പിന്നീട് സ്വാമി ജോൺ ധർമ്മതീർത്ഥറായിട്ടുണ്ട്. അതിനുശേഷവും അദ്ദേഹം ശ്രീനാരായണ ശിഷ്യനായി തുടർന്നിട്ടുണ്ട്. അത്തരമൊരു ലെഗസിയുള്ള, അത്തരമൊരു പാരമ്പര്യമുള്ള ശിവഗിരി മഠത്തിന്റെ അധിപനായ സച്ചിദാനന്ദ സ്വാമികൾ അദ്ദേഹം പറയുന്ന ഒരു പ്രസ്താവനയെ ആരധിക്ഷേപിച്ചാലും കോൺഗ്രസ് അതിന് കൂട്ടി നിൽക്കുന്നില്ല. അദ്ദേഹത്തിന് ഈ പറയുന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹത്തിന്റെ സംഘടനയുടെ പാരമ്പര്യത്തിൽ നിന്ന് പറയാനുള്ള അവകാശമുണ്ട്. കോൺഗ്രസ് പക്ഷെ അപ്പോഴും വെച്ച് പുലർത്തുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. അതിന് ആരും അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ സച്ചിദാനന്ദ സ്വാമികൾക്ക് എന്താണ് അർഹത എന്ന് ആര് ചോദിച്ചാലും അതിനെ കോൺഗ്രസ് തള്ളി പറയും. സച്ചിദാനന്ദ സ്വാമികൾക്ക് അർഹതയുണ്ട്, ആരേക്കാളും അർഹതയുള്ള ഒരു പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടാണ് സച്ചിദാനന്ദ സ്വാമികൾ എന്ന് പറയുന്നത്. പിന്നെ NSS എന്ന് പറയുന്ന സംഘടനയ്ക്ക് അതിന് വ്യത്യസ്തമായൊരു നിലപാടുണ്ടെങ്കിൽ ജനാധിപത്യപരമായി അവർക്കത് പറയാനുള്ള അവകാശമുണ്ട്. NSSഉം കോൺഗ്രസുമായുള്ള ബന്ധം എങ്ങനെയാണ്? NSS കോൺഗ്രസിനെ എതിർത്ത സന്ദർഭങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ പൊസിഷൻ മനസ്സിലാകുന്നില്ല. അതായത് കാലാനുസൃതമായ മാറ്റങ്ങൾ, പരിഷ്കാരങ്ങൾ ഇത്തരം വിഷയങ്ങളിൽ വേണമെന്ന് തന്നെയാണോ, അതോ അഭിപ്രായങ്ങൾ ഇങ്ങനെ സമുദായ സംഘടനകൾക്ക് പറയാമെന്നുള്ളതാണോ? അതിലൊരു ക്ലാരിറ്റി വരുത്തണം. അല്ല, ഞാൻ അതിലേക്കാണ് വരുന്നത്. താങ്കൾക്ക്, എന്നെ കേൾക്കുന്നവർക്ക് കൃത്യമായ ക്ലാരിറ്റി വരുത്തുന്ന തരത്തിലേക്കാണ് വരുന്നത്. താങ്കൾ അതിനകത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാതിരുന്നാൽ, അത് വരുന്നത് വിശദീകരിക്കുന്നത് വരെയെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാതിരുന്നത് വ്യക്തമാണ്. അവിടെ കൃത്യമായി ഞാൻ പറഞ്ഞത് എന്താ, NSS എന്ന് പറയുന്ന സംഘടന, NSS ഞങ്ങളെ കോൺഗ്രസിന് എതിർത്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1957 NSSന്റെ നിലപാട് കോൺഗ്രസിന് അനുകൂലമായിരുന്നില്ല. പിന്നീട് കോൺഗ്രസിൽ നിന്ന് കേരള കോൺഗ്രസ് വിഭജിച്ചു വരുമ്പോൾ കേരള കോൺഗ്രസിന്റെ കൂടെയായിരുന്നു NSS. പിന്നീട് വീണ്ടും അനന്ത് പത്മനാഭൻ കോൺഗ്രസിന്റെ സഹായിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഈ സമുദായ സംഘടന NSS ആകട്ടെ, SNDP ആകട്ടെ, അവരെ അങ്ങേയറ്റം അധിക്ഷേപിക്കുന്ന ഒരു നിലയിലേക്ക് കോൺഗ്രസ് നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഇപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യം എന്താ, കോൺഗ്രസ് പരിഷ്കാരത്തിന്റെ ഒപ്പമാണോ അല്ലേ എന്നുള്ളതാണല്ലോ നിങ്ങൾ ചോദിക്കുന്ന വളരെ ഡയറക്റ്റായ ചോദ്യം. അതിന് ഡയറക്റ്റായ ഒരു മറുപടി ഞാൻ പറയാം. ഇവിടെ എല്ലാ സാമൂഹിക മതപരിഷ്കരണ സംരംഭങ്ങളിലും പങ്കാളിയായ ഒരു പാർട്ടിയുടെ പേര് എന്തെന്ന് ചോദിച്ചാൽ അത് കോൺഗ്രസ് ആണ്. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം. പക്ഷെ അപ്പോഴും കോൺഗ്രസ് സ്വീകരിച്ചൊരു നിലപാടുണ്ട്. വൈക്കത്ത് ഇത്തരം ഒരു വൈക്കം ക്ഷേത്രത്തിന് മുന്നിലുള്ള റോഡിൽ കൂടി സഞ്ചാര സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമാണ്. ക്ഷേത്രത്തിൽ പ്രവേശനം മാത്രമല്ല, ആ സമരഘട്ടത്തിൽ പോലും അതിനെ എതിർക്കുന്ന ആളുകളുമായി ആശയവിനിമയം നടത്തിയ ഒരു പാരമ്പര്യമാണ് കോൺഗ്രസ്. ശരി, അപ്പോഴും എൻ്റെ ആ ഒരു കറക്റ്റ് ഈ വിഷയത്തിലുള്ള കോൺഗ്രസിന്റെ വ്യക്തമായ നിലപാടിലേക്ക്, ഇപ്പൊ പഴയ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം, അതിലേക്ക് താങ്കൾ വരുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. താങ്കളിലേക്ക് വരാം, താങ്കൾക്ക് അവസരമുണ്ട്. ദയവായി ശ്രീ അനൂപ് തുടരുക. വളരെ പെട്ടെന്നൊരു ഇടവേള ആവശ്യമാണ്. പ്രധാന അതിഥികളിലേക്ക് വരാം. ശ്രീ ആയൂർ ബിജു, ശിവഗിരി മഠത്തിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ പരാമർശം സാന്ദർഭികമായി പറഞ്ഞതാണ് എന്ന് താങ്കൾ പറഞ്ഞു. പക്ഷെ അത് നമ്മുടെ സമൂഹത്തിലെ മറ്റുള്ളവർക്ക്, പ്രത്യേകിച്ച് NSSനും SNDPക്കും മനസ്സിലായത് അങ്ങനെയല്ല. വ്യക്തമായ അഭിപ്രായം അവർ ആ വിഷയത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ഒപ്പം ഗണേഷ് കുമാറിനും അങ്ങനെയല്ല മനസ്സിലായത്. അദ്ദേഹവും പറഞ്ഞു കഴിഞ്ഞു, ആചാരപരമായ വിഷയങ്ങളിൽ തീരുമാനമെടുക്കേണ്ട താന്ത്രിക സമൂഹമാണ്, തന്ത്രി ആചാര്യന്മാരാണ്, അല്ലെങ്കിൽ ക്ഷേത്രമാണ്, അത് ക്ഷേത്രത്തിലെ കമ്മിറ്റിയാണ്. അത് ആ തരത്തിൽ ഒരു താങ്കൾ പറഞ്ഞ രീതിയിലല്ല അത്.
ഈ പല അദ്ദേഹത്തിന് അനുകൂലമായി ഈ വിഷയത്തിൽ പ്രതികരിച്ചവരാരുമില്ല. അങ്ങനെ ഒരു വിഷയം കൂടിയുണ്ട്. രഞ്ജിത്തെ, എനിക്ക് മുന്നേ സംസാരിച്ച BJPയുടെ വക്താവ് ചില ചോദ്യങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വെക്കുകയുണ്ടായി. അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത്, അദ്ദേഹം ഇതര മതവിഭാഗങ്ങളുടെ വിഷയത്തിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഇടപെടുന്നില്ല എന്ന് ചോദിച്ചു. ഞാനും ചോദിക്കട്ടെ അദ്ദേഹത്തിന് പരിമിതമായ അറിവ് കൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ ചോദിച്ചത്. ഒരു മുടി വിവാദം നമുക്ക് പണ്ടുണ്ടായ മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട് ഒരു മുടി വിവാദം ഉണ്ടായിരുന്നു. അന്ന് അതിനെ നഖശികാന്തം എതിർത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഒരു മുന്നണിയുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും. അന്നും അതിന്റെ നേതാവ് സഖാവ് ബഹുമാനായ പിണറായി വിജയനായിരുന്നു. ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിൽ ഉണ്ടായിട്ടുള്ള അനാചാരങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഇതര മതങ്ങൾ ഈ ക്രിസ്ത്യാനികൾ തമ്മിലുള്ള ഓർത്തഡോക്സ് സഭയായാലും യാക്കോബ സഭയായാലും അങ്ങനെയുള്ള മതവിഭാഗങ്ങൾ തമ്മിലുണ്ടാകുന്ന വിഷയങ്ങളിൽ ചർച്ച് ബില്ല് പാസ്സാക്കാൻ വന്ന് ആ വിഷയത്തിൽ ഇടപെട്ടതും ഈ പറയുന്ന ഇതേ പിണറായി വിജയൻ തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഞങ്ങൾ മന്ത്രിസഭയിൽ ഈ വിഷയം ചർച്ച ചെയ്ത് ആരെയും നിർബന്ധിച്ചിട്ടില്ല. ഒരു ഹിന്ദുവിന്റെ ആചാരത്തെയും ഞങ്ങൾ മാറ്റണമെന്ന് പറഞ്ഞില്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ശിവഗിരി മഠത്തിലെ ബഹുമാനായ സ്വാമിയുടെ അഭിപ്രായത്തോട് സമരസപ്പെടുകയാണ്. ഇനി പ്രിയപ്പെട്ട സോമൻ ചേട്ടനൊരു കാര്യം പറഞ്ഞു, മുഹമ്മദ് റിയാസ് എഴുതി കൊടുക്കുന്നതാണ് സഖാവ് പിണറായി വിജയൻ വായിക്കുന്നതെന്ന്. താങ്കളുടെ അറിവ് വളരെ പുറകോട്ട് പോകുന്നു സാർ. ഈ പറയുന്ന റിയാസ് എന്ന് പറയുന്ന വ്യക്തി മന്ത്രിസഭയിൽ എത്തിയിട്ട് ചുരുക്കം നാളുകളെ ആകുന്നുള്ളൂ, ഏറിയാൽ 4 വർഷം. സഖാവ് പിണറായി വിജയൻ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചിട്ട് വളരെയേറെ നീണ്ട കാലഘട്ടമായി സാർ. അതുകൊണ്ട് അദ്ദേഹം അന്നൊന്നും എഴുതി കൊടുത്തത് ഈ പറയുന്ന പിണറായി വിജയൻ വായിച്ചിട്ടില്ല എങ്കിൽ ഇന്നും അത് വായിക്കില്ല. ഈ പറയുന്ന റിയാസ് എന്ന് പറയുന്നത് താങ്കൾ അയാളെ മരുമകൻ എന്ന് വിളിച്ച് പറയണ്ട. ഡിവൈഎഫ്ഐയുടെ ഇടതുപക്ഷത്തിന്റെ ഒരു സമുന്നതനായ നേതാവാണ്. അദ്ദേഹത്തിന്റെ പേര് റിയാസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നോവുന്നേ, ആ നോവലങ്ങ് കൈവച്ചിരുന്നാൽ മതി. കേരളത്തിലെ പൊതുസമൂഹം ഏറ്റെടുത്ത ഒരു മന്ത്രിയാണ്, അംഗീകരിച്ച ഒരു ഭരണാധിപനാണ് ഈ നിങ്ങൾ എന്താണ് മരുമകൻ എന്ന് പേര് ചൊല്ലി വിളിച്ച റിയാസ് എന്ന് ഓർക്കുന്നത് താങ്കൾക്ക് നല്ലതായിരിക്കും. ഇനി താങ്കളുടെ കേന്ദ്ര ഗവൺമെന്റ് ചെയ്തികളെ കുറിച്ചും അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ചെയ്തികളെ കുറിച്ചൊക്കെ ഞാൻ പറയാൻ തുടങ്ങിയാൽ ഒരുപക്ഷെ താങ്കൾക്ക് ഈ 1 മണിക്കൂർ മതിയാകില്ല ഈ ചർച്ച അവസാനിപ്പിക്കാൻ. ഇനി ഞാൻ താങ്കളോട് കാര്യം ചോദിക്കട്ടെ, മേൽമുണ്ട് സമരം എന്നൊരു സമരം താങ്കൾ കേട്ടിട്ടുണ്ടോ? ചാന്നാലകള എന്നൊക്കെ അതിന് പറഞ്ഞിട്ടുണ്ട്, 19-ാം നൂറ്റാണ്ടിൽ ഉണ്ടായതാ. അതിലേക്ക് അങ്ങ് തിരിച്ചു പോയാലാ സാധാരണ ഹൈന്ദവർക്ക് സന്തോഷമാകുമാ? നമുക്ക് അങ്ങനെ ചിന്തിച്ചാലോ? BJP നാളെ സോമൻ ചേട്ടൻ ഒരു കാര്യം ചെയ്യണം, നിങ്ങളുടെ അടുത്ത സംസ്ഥാന കമ്മിറ്റി കൊണ്ടുപോയി പറയണം, നമുക്ക് അന്നുണ്ടായ ചാന്നാലകള അല്ലെങ്കിൽ മേൽമുണ്ട് സമരം നമ്മൾ അംഗീകരിച്ചത് തെറ്റായിപ്പോയി, അതിനെതിരെ നമുക്ക് പ്രവർത്തിക്കണം എന്ന് പറയണം. നമുക്ക് അങ്ങനെ പോകാവുന്നേ. എന്താ അതിന് താങ്കൾക്ക് ധൈര്യമുണ്ടോ? അതുകൊണ്ട് ഞാൻ നേരത്തെ ആദ്യം തന്നെ ഇതിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെ ഓരോ വിശ്വാസിയുടെയും ഇനി ഹിന്ദുവിന്റെ അട്ടിപ്പേർ അവകാശമൊന്നും BJP എടുക്കണ്ടെന്നേ, അത് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. BJPക്ക് കേരളത്തിലെയോ ഇന്ത്യയുടെയോ ഹൈന്ദവന്റെ മുഴുവൻ അട്ടിപ്പേർ അവകാശവും ഇല്ലെന്നേ. ഇവിടുത്തെ സാംസ്കാരിക മേഖലകളിൽ ഹൈന്ദവർ നൽകുന്ന നല്ല കാര്യങ്ങൾ ഞങ്ങൾക്കറിയാം. അതൊന്നും ഒരിക്കലും BJPയുടെ ആശയങ്ങളുമായിട്ട് യോജിച്ചു പോകുന്നതല്ല എന്ന് താങ്കൾ മനസ്സിലാക്കണം. സനാതന ധർമ്മം ഉൾപ്പെടെ ഉൾക്കൊള്ളാൻ പറ്റുന്നതിനെ ഉൾക്കൊള്ളുന്ന നാടാണ് കേരളം. നിങ്ങൾക്ക് ഇവിടെ സനാതനത്തെ കുറിച്ച് ഇന്നലെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് കൂടി താങ്കളൊന്ന് ശ്രദ്ധിക്കണം. സനാതനത്തെ കുറിച്ച് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ എന്താണ് പറയുന്നത്, അതിനോട് യോജിക്കുന്ന ആളാണ് താങ്കൾ? തരും ഉറപ്പായും തരും സാർ. ബഹുമാനായ ആയൂർ ബിജു, ഒരു 5 സെക്കൻഡ് സമയം തരാൻ അദ്ദേഹത്തോട് പറയണം. പറയൂ സാർ, പറയൂ സോമൻ പറയൂ. ഒരു 5 സെക്കൻഡിൽ ഒരു ചോദ്യം, 5 സെക്കൻഡിൽ ഒരു ചോദ്യം. പറയൂ. അങ്ങ് പറഞ്ഞു പോകുമ്പോ ഒരു കാര്യം പറഞ്ഞു, അങ്ങ് അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണെങ്കിൽ എനിക്കൊരു ചോദ്യമുള്ളത്, സനാതന ധർമ്മത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്നതിനെയൊക്കെ ഉൾക്കൊണ്ടുപോകുന്നവരാണ് നിങ്ങളെന്ന് പറഞ്ഞു. ഞാനത് അംഗീകരിക്കുന്നു. പക്ഷെ ഇന്നലെ ബഹുമാനനായ CPMന്റെ സംസ്ഥാന സെക്രട്ടറി സനാതന ധർമ്മം എന്നത് എന്താണെന്നാണ് പറഞ്ഞത്? അശ്ലീലമാണെന്നാണ് പറഞ്ഞത്. അങ്ങ് അതിലൊരു അഭിപ്രായം ഒന്ന് പറയൂ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, സനാതന ധർമ്മം എന്നതിൽ പൊതുസമൂഹത്തിനും ഇന്ത്യയിലെ ജനങ്ങൾക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നതിനെ ഉൾക്കൊള്ളാം. ഇന്നലെ ഒരു ചർച്ചയിൽ ഒരാൾ പറഞ്ഞു കേട്ടു, ഈ സനാതന ധർമ്മത്തിൽ സാഹോദര്യം എന്നൊരു വാചകമില്ല. അല്ലല്ല, കേൾക്കൂ സാർ,
സാഹോദര്യം എന്നൊരു വാചകം ഈ സനാതന ധർമ്മത്തിന്റെ ഒരു ഘട്ടത്തിലും നമ്മൾ കാണുന്നില്ല. നിങ്ങൾക്കുണ്ടോ? അപ്പോൾ അതുമായി കമ്പയർ ചെയ്യുമ്പോൾ മറ്റൊരാൾ ഇത്തരത്തിൽ സംസാരിക്കുന്നുണ്ടാകാം, ഇല്ല എന്ന് പറയുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, താങ്കൾ പറയുന്ന ഈ അഭിപ്രായമാകണമെന്നില്ല താങ്കളുടെ സംസ്ഥാന പ്രസിഡന്റിന്. അതിനെ അങ്ങനെ കണ്ടാൽ മതി. ഒരു പ്രസംഗം മധ്യേ ഒരാൾ പറഞ്ഞത് ആ രീതിയിൽ കണ്ടാൽ മതി. ഞങ്ങൾ നേരത്തെ പറഞ്ഞു, മുഖ്യമന്ത്രിക്ക് എന്താണ് ക്ഷേത്രങ്ങളിൽ കാര്യമെന്നാണ്. അമ്പലങ്ങളിൽ വരുന്നവരുടെ കുപ്പായ ഇടിക്കാനും ഊരാനും എന്തിന് പിണറായി നടക്കുന്നു എന്നാണ് ചോദിച്ചത്. കേട്ടില്ല. അമ്പലങ്ങളിൽ വരുന്നവരുടെ കുപ്പായം ഇടിക്കാനും ഊരാനും എന്തിന് പിണറായി നടക്കുന്നു എന്നാണ് കെ സുരേന്ദ്രൻ ചോദിച്ചത്. അല്ല, അങ്ങനെ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ഒരമ്പലത്തിൽ പോകുന്ന ആളിന്റെയും കുപ്പായം ഊരണമെന്നും അമ്പലത്തിൽ പോകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇനി പറയുന്ന പഴയ കാലഘട്ടത്തില് മേൽമുണ്ട് സമരത്തിന്റെ കാലഘട്ടത്തിലേക്ക്, മേൽമുണ്ട് സമരമൊക്കെ പറഞ്ഞാൽ ഈ പറയുന്ന എന്റെ സോമൻ ചേട്ടനൊക്കെ പൊള്ളും. ബ്രാഹ്മണ്യത്തിന്റെ ഏറ്റവും വലിയ ദോഷമായിരുന്ന ആ കാലഘട്ടത്തിലേക്ക് താങ്കൾക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ പറ്റുമോ? അന്നും ഇല്ലായിരുന്നോ സനാതന ധർമ്മം? അന്ന് എവിടെ പോയി നിങ്ങളുടെ സനാതന ധർമ്മം? കേരളത്തിലെ സ്ത്രീകളുടെ മകളിൽ നിങ്ങൾ അടിച്ചേൽപ്പിച്ച, ഇവിടുത്തെ വരേണ്യവർഗം അടിച്ചേൽപ്പിച്ച ആ തിന്മയ്ക്കെതിരെ എത്ര നാളായി? ഏത് നൂറ്റാണ്ടാ? തൊട്ടടുത്ത നൂറ്റാണ്ടാ. ഞാനെന്നും കൂടെയൊക്കെ ജീവിച്ചിരുന്നതിന് സമാനമായ നൂറ്റാണ്ടിലാണ് ഈ സനാതന ധർമ്മവും ചാനാലകളെയും നടന്നതെന്ന് നിങ്ങൾ ആലോചിക്കണം. അതിന് മറുപടി അദ്ദേഹം തരും. ശ്രീ കെ സോമൻ, ഇവിടെ നമുക്കറിയാം ആശയ സംവാദങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഏതൊരാൾക്കും സ്വാതന്ത്ര്യമുണ്ട്. അതങ്ങനെ പറയുന്നവരോട് എന്തിന് അങ്ങനെ തുടക്കം കുറിക്കുന്നു എന്ന് ചോദിക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? കാരണം നമുക്കറിയാം ശിവഗിരി മഠത്തിന്റെ നിലപാടാണ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ പറയുന്നത്. അതിനോട് BJPയുടെ യോജിപ്പാണോ? ഇത്തരം കാര്യങ്ങളിൽ വ്യത്യാസങ്ങൾ വരണമെന്ന കാര്യത്തിൽ യോജിപ്പാണോ? അതോ പിണറായി വിജയൻ, നേരത്തെ അനുപരോട് ചോദിച്ചതുപോലെ പിണറായി വിജയൻ ഈ വിഷയത്തിനെ ഏറ്റെടുത്തതിലാണോ നിങ്ങൾക്ക് വിയോജിപ്പ്? ഇത്തരം ആശയ സംവാദങ്ങളും ഇത്തരം കാലാനുസൃതമായ പരിഷ്കാരങ്ങളും ആചാരങ്ങളിലും മറ്റും വരണം, മാറുന്ന കാലഘട്ടം അനുസരിച്ച് എന്നുള്ളതിനകത്ത് യോജിപ്പുണ്ടോ സർ? ശ്രീ രഞ്ജിത്തെ, ബഹുമാനനായ ആരാധ്യനായ സച്ചിദാനന്ദ സ്വാമികൾ ഒരഭിപ്രായം ശിവഗിരിയിലെ സമ്മേളനത്തിന്റെ മുമ്പാകെ വെച്ചു. അതിന് അദ്ദേഹം പരമയോഗ്യനാണ്. ആ അഭിപ്രായം കേരളീയ സമൂഹം ചർച്ച ചെയ്യട്ടെ. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങളുടെ ക്ഷേത്രങ്ങളിൽ പോലും ഇന്ന് ഷർട്ട് ധരിക്കാതെ കയറാൻ സാധിക്കാത്ത സാഹചര്യമുണ്ടെങ്കിൽ അത് പരിശോധിക്കണം എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്യുകയാണ്. അതൊരു സന്യാസി വര്യന്റെ ആഹ്വാനമാണ്, അഭ്യർത്ഥനയാണ്, അഭിപ്രായമാണ്. കേരളം അത് ആദരവോടെ കാണുന്നു. അതിനെ ശ്രീമാൻ പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി അത് ആവർത്തിച്ചു കൊണ്ട് പറയുമ്പോൾ പെരുന്നയിൽ നിന്നും ചങ്ങനാശ്ശേരിയിൽ നിന്നും ഉയർന്നു വരുന്ന ചോദ്യം തന്നെയാണ് ഞങ്ങളും ആവർത്തിക്കുന്നത്. ഇതര മതവിഭാഗങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇടപെടുവോ എന്ന് ചോദിക്കുമ്പോ മുടിയെ സംബന്ധിച്ചും ചർച്ച് ബില്ലിനെ സംബന്ധിച്ചുമൊക്കെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ശ്രീമാൻ ആയൂർ ബിജു ഇവിടെ സൂചിപ്പിക്കുമ്പോ എനിക്ക് ചിരി വരികയാണ്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഹൈന്ദുവിന്റെ വിശ്വാസങ്ങളെ കുതിര കയറുന്ന സമീപനം, ശബരിമല തൊട്ടിങ്ങോട്ട് ഗണപതിയുടെ മിത്ത് വിവാദം അടക്കം, ഗുരുവായൂരിലെ ഉദയാസ്തമന പൂജ ഉപേക്ഷിച്ചതടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാർ സ്വീകരിക്കുന്ന സമീപനത്തിൽ വലിയ പ്രതിഷേധവും നൊമ്പരവും ഉത്കണ്ഠയും കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിനുണ്ട്. ആ ഹൈന്ദവ സമൂഹത്തിന്റെ ഉത്കണ്ഠയെ അഭിസംബോധന ചെയ്തുകൊണ്ട് തന്നെയാണ് BJP ഈ വിഷയം ഉന്നയിക്കുന്നത്. അതിനുള്ള അർഹത ബഹുമാനനായ ആയൂർ ബിജു ഞങ്ങൾക്ക് അനുവദിച്ചു തരണ്ട. ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ട്, ഞങ്ങളുടെ പ്രത്യാശാസ്ത്രം കൊണ്ട് ഹിന്ദുത്വ ആശയങ്ങളോട് സമരസപ്പെട്ടു പോകുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ അത് ചോദിക്കാനും ചോദ്യം ചെയ്യാനുമുള്ള അർഹത കേരളീയ സമൂഹത്തിൽ നിന്ന് ഞങ്ങൾ ആർജിച്ചിട്ടുണ്ട് എന്ന കരുതലാണ് ഞങ്ങളെ കൊണ്ട് ഇത് ചോദിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഒരു ഉത്തരം. ഒന്ന്, എനിക്ക് ഇക്കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ള രണ്ടാമത്തെ കാര്യം, ഇവിടെ സൂചിപ്പിക്കുന്നല്ലോ എന്ത് മേൽമുണ്ട് സമരത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയാണ്. അങ്ങ് പാലിയം വിളംബരം എന്നൊന്ന് കേട്ടിട്ടുണ്ടോ? പാലിയം വിളംബരം 1982 ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ അന്ന് RSSന്റെ സംസ്ഥാന ചുമതല വഹിച്ചിരുന്ന, ഞങ്ങളുടെ ഭാഷയിൽ പ്രാന്ത കാര്യവാഹ് എന്ന് പറയുന്ന ഹൈക്കോടതിയിലെ ഏറ്റവും മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള TV അനന്തൻ ഒരു പ്രഖ്യാപനം നടത്തി. ബഹുമാനനായ ശ്രീ ആയൂർ ബിജു അങ്ങൊന്ന് പഠിക്കണം. അത് എന്തായിരുന്നു അറിയോ ആ പ്രഖ്യാപനം?
ആ പ്രഖ്യാപനം ബ്രാഹ്മണ്യം എന്നത് ജന്മം കൊണ്ട് നേടുന്നതല്ല, അത് കർമ്മം കൊണ്ട് ആർജിക്കുന്നതാണ് എന്ന പ്രഖ്യാപനം ഈ നാടിന്റെ സാമൂഹ്യ പരിവർത്തന ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു അധ്യായമാണ്. അത് ചെയ്തത് RSSന്റെ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള TV അനന്തൻ എന്ന ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനാണ്. ശ്രീ രഞ്ജിത്തെ, അതിന്റെ തുടർച്ചയായി അത് കേവലം ഒരു പ്രഖ്യാപനത്തിൽ അവസാനിപ്പിച്ചു പോയില്ല. പാലിയം വിളംബരം എന്ന പേരിൽ ബ്രാഹ്മണ്യത്തിന്റെ മേധാവിത്വമാണ് എന്ന് പറഞ്ഞ RSSനെ ആക്ഷേപിക്കുന്ന ബ്രാഹ്മണനായ RSSന്റെ പ്രചാരകൻ ശ്രീ P മാധവൻ, മാധവജി എന്ന് കേരളം വിളിക്കുന്ന ശ്രീ P മാധവൻ പറവൂർ ശ്രീധരൻ തന്ത്രിയെ കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് പ്രഖ്യാപിച്ച പാലിയം വിളംബരത്തിൽ പറഞ്ഞു, അബ്രാഹ്മണന്മാർക്ക് പൂജാതി കർമ്മങ്ങൾ പഠിക്കാൻ, വേദവിദ്യ പഠിക്കാൻ, തന്ത്രവിദ്യ പഠിക്കാൻ അവസരമൊരുക്കിക്കൊണ്ട് അവിടെ ആരംഭിച്ച തന്ത്രവിദ്യാപീഠത്തിന് തുടക്കം കുറിച്ചത് P മാധവൻ എന്ന ബ്രാഹ്മണനായ RSSന്റെ നേതാവാണ് എന്ന് ബഹുമാനനായ ശ്രീ ആയൂർ ബിജിനുവിനെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കട്ടെ. മൂന്നാമത്തെ കാര്യം, ഹിന്ദു ക്ഷേത്രങ്ങളിൽ എങ്ങനെ കടക്കണമെന്നുള്ളത് വിശ്വാസികളുടെ ഒരു അവകാശമാണ്. അതിൽ പരിവർത്തനം വേണം. ആ പരിവർത്തനം നമുക്ക് എങ്ങനെ വേണം? ഇന്ന് മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാരനായ പരിണതപ്രജ്ഞനായിട്ടുള്ള മുൻ ദേവസ്വം മന്ത്രി ശ്രീമാൻ G സുധാകരന്റെ ഒരു പ്രതികരണം വന്നത് അങ്ങ് ശ്രദ്ധിക്കണമെന്നാണ് ഇടതുപക്ഷ പ്രതിനിധിയോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഗുരുവായൂരിൽ ചുരിദാറുമായി ബന്ധപ്പെട്ട പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ തന്ത്രിയുടെ അഭിപ്രായം തേടി ദേവഹിതം അറിയാൻ ദേവപ്രശ്നം വെച്ചുകൊണ്ട് ആ പ്രശ്നം രമ്യമായി പരിഹരിച്ചു. ഈ നിലയിൽ ഒരു സമ്മേളനത്തിൽ പ്രഖ്യാപനം നടത്തിക്കൊണ്ടായിരുന്നില്ല. ഇവിടെ ഇന്നും ഹിന്ദു ഐക്യവേദിയുടെയും വിശ്വഹിന്ദുപക്ഷത്തിന്റെയും ക്ഷേത്ര സംരക്ഷണ സമിതിയുടെയും ഉടമസ്ഥതയിലുള്ള ക്ഷേത്രങ്ങളിൽ ഷർട്ട് ധരിച്ചുകൊണ്ട് കയറാനുള്ള സ്വാതന്ത്ര്യം ഈ സംഘടനകൾ കൊടുത്തിട്ടുണ്ട്. എറണാകുളത്തെ പാവക്കുളത്തെ ശിവക്ഷേത്രം അതിന് ഉദാഹരണമാണ്. സ്ത്രീകളുടെ ശബരിമല എന്ന് പറയുന്ന ആറ്റുകാലിൽ ഞാൻ മനസ്സിലാക്കുന്നത് NSSന് കൂടി ഉടമസ്ഥാവകാശമുള്ള ക്ഷേത്രമാണ് എന്നാണ് എൻ്റെ അറിവ്. അവിടെ ഈ ഷർട്ട് ധരിച്ചുകൊണ്ട് കയറുന്നുണ്ട്. ഷർട്ട് ധരിക്കാതെ കയറുന്നത് ക്ഷേത്രങ്ങൾ ധാരാളമുണ്ട്. സന്യാസിമാരുടെ സംഘടനയായുള്ള മാർഗദർശക മണ്ഡലത്തിന്റെ മേധാവിയായിട്ടുള്ള സ്വാമി ചിദാനന്ദപുരി സ്വാമികൾ ഈ വിവാദങ്ങളൊക്കെ വരുന്നതിന് മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ട്, ക്ഷേത്രങ്ങളിൽ ഷർട്ട് ധരിച്ചുകൊണ്ട് കയറാം, ഷർട്ടില്ലാതെ കയറണമെന്ന് ഏതെങ്കിലും ആചാരമൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു 5 സെക്കൻഡ് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം. സനാതന ധർമ്മത്തെ പരിഹസിച്ച സംസ്ഥാന സെക്രട്ടറി, CPMന്റെ സംസ്ഥാന സെക്രട്ടറി, ഇവിടെ പേര് ശ്രീമാൻ ഗോവിന്ദൻ എന്നാണ്. ഗോവിന്ദൻ എന്നാണ്. സനാതന ധർമ്മം എന്നത് സർവചരാചരങ്ങളിലും ശിവനെ കാണുന്ന, മഹത്വം കാണുന്ന, സർവചരാചരങ്ങളിലും ധർമ്മം കാണുന്ന ഒരു സിദ്ധാന്തമാണ് എന്നുള്ളത് ബഹുമാനനായ ശ്രീ ആയൂർ ബിജുവിനെ ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇതിവിടെ ആകെ പറയുന്നില്ല. ഇനി പറയേണ്ടി വന്നാൽ അത് പറയാം. ശ്രീ അനൂപ, ഇവിടെ വിശ്വാസമില്ലാത്ത രാഷ്ട്രീയ സമൂഹം എന്തിന് അഭിപ്രായം പറയുന്നു ഈ വിഷയങ്ങളിൽ എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. അതായത് വിശ്വാസികൾക്ക് ഇത്തരം വിഷയങ്ങളിൽ അഭിപ്രായം പറയാം, അതിന് ആ തരത്തിൽ ഒപ്പം സാമൂഹിക ആചാരങ്ങളിൽ കേരളത്തിൻ്റെ ചരിത്രം കൂടി പരിശോധിക്കേണ്ട എന്നൊക്കെയുള്ള ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. അതിൽ കോൺഗ്രസിൻ്റെ നിലപാട് എന്താണ്? ഇപ്പോൾ CPM പോലെയുള്ള അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലുള്ള ഒരാൾ ഈ വിഷയത്തിൽ നിലപാട് പറഞ്ഞത് കൊണ്ടാണോ ഇത്ര വലിയ എതിർപ്പ് സംഭവിക്കുന്നത്? ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം. ഇവിടെ വിശ്വാസികളുടെ കുത്തക BJPയും അവകാശപ്പെടേണ്ട, പുരോഗമനത്തിന്റെ കുത്തക CPM അവകാശപ്പെടേണ്ട. ഇവിടെ വളരെ കൃത്യമല്ല കാര്യങ്ങൾ. ഞാൻ തുടക്കം മുതലേ പറഞ്ഞതെന്താ, ഇവിടെ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ സാമൂഹിക രൂപീകരണത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. വൈക്കം സത്യാഗ്രഹത്തിലും ഗുരുവായൂർ സത്യാഗ്രഹത്തിലും കോൺഗ്രസ് വഹിച്ച നേതൃപരമായ പങ്ക് എന്ന് പറയുന്നത് ചരിത്രത്തിന്റെ ഭാഗമാണ്. അത് കോൺഗ്രസിനെ ഇത്തരം പരിഷ്കരണ പ്രസ്ഥാനങ്ങളുമായി മുഖം തിരിഞ്ഞു നിൽക്കാൻ കോൺഗ്രസിന് സാധ്യമല്ല. അതേസമയം അങ്ങനെ സംഭവിക്കുമ്പോഴും കോൺഗ്രസ് അതിനെ എതിർക്കുന്ന ഘടകങ്ങളുമായി കൂടി സംവദിച്ചുകൊണ്ടാണ് സാധ്യമാക്കിയത്. ഞാൻ അതുകൊണ്ടാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ ചരിത്രത്തിലേക്ക് വന്നത്. ഇവിടെ വൈക്കം ക്ഷേത്രത്തിന് മുന്നിലുള്ള റോഡിൽ കൂടി പ്രവേശനം വേണമെന്നുള്ള ആവശ്യം കോൺഗ്രസ് ഉന്നയിക്കുമ്പോഴും
അതിനെ എതിർത്ത ഇണ്ടംതുരുത്തി മനയിലെ പുരോഹിതനുമായി ഗാന്ധിജി ചർച്ച നടത്തുന്നുണ്ട്. ആ മനയിലേക്ക് കടക്കാൻ പോലും ഗാന്ധിജിക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ട സന്ദർഭത്തിലും ഗാന്ധിജി അതുമായി സംസാരിക്കുന്നുണ്ട്. അവിടെ അതിനെ എതിർത്ത വിഭാഗങ്ങളെ കൂടി പരിഗണിക്കാൻ വേണ്ടി സവർണ ജാഥ നടത്തുന്നുണ്ട്. മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ ക്ഷേത്ര പ്രവേശനം അനുവദിക്കുന്നത് പൊന്നാനി താലൂക്കിൽ അവിടുത്തെ സവർണ ഹിന്ദുക്കളുടെ ഇടയിൽ റഫറൻഡം നടത്തിയാണ്. കോൺഗ്രസിന്റെ നിലപാട് സുവ്യക്തമാണ്. കോൺഗ്രസ് പറയുന്നത് ഇത്തരം പരിഷ്കരണ പ്രസ്ഥാനങ്ങളോട് പുറം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനം കോൺഗ്രസിനില്ല. പക്ഷെ അതിനകത്ത് കൺസെൻസസ്, സമവായം, വിശ്വാസികളെ കൂടി അഡ്രസ് ചെയ്യണം, അതുമായി സംസാരിക്കണം, സംവദിക്കണം എന്ന നിലപാട് കോൺഗ്രസ് തുടക്കം മുതലേ സ്വീകരിച്ചതാണ്. ഈ തുടക്കം മുതലേ രണ്ട് ധാരകളെയും സമഞ്ജസമായി സമ്മേളിപ്പിച്ച ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. ഒരേ സമയം പരിഷ്കരണത്തിന്റെ കൂടെ നിൽക്കുക, അതേസമയം ഇതിന്റെ എതിർധാരകളെ കൂടി അഡ്രസ് ചെയ്യുക. ആ ഒരു രീതിശാസ്ത്രമാണ് കോൺഗ്രസ് തുടക്കം മുതൽ നിലനിർത്തി പോകുന്നത്. ഈ വിഷയത്തിലതാണ് നിലപാട്. ഇവിടെ ഒരു ബൈനറി, ഒരു പോളറൈസേഷൻ രൂപീകരിക്കാനാണ് CPM BJP ശ്രമിക്കുന്നത്. CPM-നെ സംബന്ധിച്ച് പുരോഗമനകാരികൾ, ഏറ്റവും പുരോഗമനകാരികൾ ഞങ്ങളാണ്, പുരോഗമനത്തിന്റെ കുത്തക ഞങ്ങളുടേതാണ് എന്ന് പറയുക. BJP ആണെങ്കിൽ അപ്പുറത്ത് പറയുന്നത് എന്താ? വിശ്വാസം, വിശ്വാസികൾ, അതൊക്കെ ഞങ്ങളുടേതാണ്. ഇവിടെ BJP-യുടെ വക്താവ് പറയുന്നത് കേട്ടു, കേരളത്തിലെ വിശ്വാസികൾ അതിനുള്ള അർഹത ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഏത് വിശ്വാസിയാണ് ഞങ്ങൾ തന്നിട്ടുള്ളത്? അങ്ങനെ ഇതിന്റെ വിശ്വാസികളുടെ കുത്തകപ്പാട്ട് ഒരു പാർട്ടിക്ക് ഇല്ലാതെ പുരോഗമനകാരികൾ ഞങ്ങളാണെന്നുള്ള ധാർഷ്ട്യവും CPM-ന് വേണ്ട. ഇത് രണ്ടുമല്ല സത്യം എന്നുള്ളതാണ് കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട്. താങ്കൾക്ക് ഇതിനകത്ത് ക്ലാരിറ്റി വേണമെങ്കിൽ ഇതിനെക്കുറിച്ച് ചോദിക്കാം. അതാണ് വളരെ വ്യക്തം. ശ്രീ ആയൂർ ബിജു, സമവായത്തിന്റെ വഴി CPM സ്വീകരിച്ചത് ശബരിമല വിഷയത്തിന് ശേഷമാണ്. നമുക്കറിയാം അന്ന് എന്താണ് സംഭവിച്ചത് 2018 എന്നുള്ളത്. വീണ്ടും പിന്നീട് അത് അബദ്ധമായി അല്ലെങ്കിൽ അത് തിരിച്ചടിച്ചു എന്ന് കണ്ടപ്പോൾ വീണ്ടും സമവായ പാതയിലേക്ക് CPM വന്നത് അന്നാണ്. നമുക്ക് വിശ്വാസ സമൂഹങ്ങളുടെ വീട്ടിൽ പോയി അന്നത്തെ സംസ്ഥാന സെക്രട്ടറി അടക്കം ഈ വിഷയത്തിൽ വിശദീകരിക്കാൻ പോയതൊക്കെ നമ്മൾ കണ്ടതാണ്. അതേ ഒരു അബദ്ധം ഈ വിഷയത്തിലും സംഭവിച്ചോ CPM-ന്? രഞ്ജിത്ത്, ഞാൻ വരാം. അതിനു മുന്നേ പ്രിയപ്പെട്ട BJP വക്താവ് പാലിയം സത്യാഗ്രഹത്തെ കുറിച്ചൊരു കാര്യം പറഞ്ഞു. പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണെന്ന് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി. അത് C. കേശവനാണ്. C. കേശവൻ പാലിയം വിളംബരമാണ് സാർ. പാലിയം സത്യാഗ്രഹമല്ല. അങ്ങ് തെറ്റിദ്ധരിപ്പിക്കല്ലേ, അങ്ങ് കേട്ടതിന്റെ കുഴപ്പമാണ്. ഞാൻ കേട്ടത് പാലിയം സത്യാഗ്രഹം എന്ന് തന്നെയാണ്. ഇല്ല, ഞാൻ ഉപയോഗിച്ചിട്ടില്ല ആ വാക്ക്. ശരി, ഞാനത് വിടുന്നു. പാലിയം വിളംബരം എന്റെ യോഗത്തിലേക്ക് വരൂ ശ്രീ ആയൂർ. പാലിയം സത്യാഗ്രഹമാണ് അതിന് നേതൃത്വം കൊടുത്തത് RSS അല്ല. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഞാനത് പറഞ്ഞിട്ടില്ല സാർ. അല്ല, തർക്കത്തിലേക്ക് പോകണ്ട. അദ്ദേഹം പാലിയം വിളംബരം എന്നാണ് പറഞ്ഞത്. നമുക്ക് ഈ പാലിയം വിളംബരവും എന്താണ്? പാലിയം വിളംബരത്തിന് നേതൃത്വം നൽകിയത് പാലിയം വിളംബരവും പാലിയം സത്യാഗ്രഹവും എന്താണ്? പാലിയം സത്യാഗ്രഹം, പാലിയം വിളംബരം ഉണ്ടാക്കിയെങ്കിൽ അന്നത്തെ ഭരണാധികാരികളാണ് വിളംബരം നടത്തിയത്. എന്തിനു വേണ്ടിയാണ്? അതുവഴിയുള്ള റോഡിൽ കൂടി സാധാരണക്കാരായ ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ നടന്ന സമരമാണത്. അവിടെയൊന്നും ഒരു RSS-കാരനും ഒരു BJP-ക്കാർക്ക് യാതൊരു കാര്യമില്ലെന്നേ. അന്ന് C. കേശവനായിരുന്നു, മന്ത്രിസഭയിൽ അംഗമായിരുന്നു. അതൊക്കെ താങ്കൾ വിസ്മരിക്കരുത്. ശരി, എന്റെ ചോദ്യത്തിലേക്ക് വരൂ. ഈ വിശ്വാസ സമൂഹത്തെയും കൂടി വിശ്വാസത്തിലെടുത്ത് സമവായത്തിലൂടെ ഇത്തരം പ്രശ്നങ്ങളിൽ, അങ്ങനെയാണ് മറ്റ് രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ നിലപാട് സ്വീകരിച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. കോൺഗ്രസും അങ്ങനെ പറയുന്നു, ഇപ്പോൾ BJP-യുടെ ഭാഗത്തും അങ്ങനെ തന്നെയാണ്. പരിഷ്കാരങ്ങൾ അത്തരത്തിൽ ഉണ്ടാവണം നമ്മുടെ പല ആചാരങ്ങളിലും. അതാർക്കെങ്കിലും ദോഷം ചെയ്യുന്നു അല്ലെങ്കിൽ അവിടെ ആ പറഞ്ഞതുപോലെ പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ, പരാതികൾ ഉണ്ടാകുമ്പോൾ നിഷേധം ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ, ആ നിലപാടിലേക്ക് എത്തുമ്പോഴല്ലേ സർ ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടെ വിശ്വാസം ആർജിക്കാനാവുക? അല്ല പ്രിയപ്പെട്ട രഞ്ജിത്തെ, നിങ്ങളുടെ ന്യൂസ് 18 10,000 വരുന്ന പ്രേക്ഷകർ ഈ ചർച്ച കാണുന്നുണ്ടല്ലോ. നിങ്ങളൊന്ന് ആലോചിക്കൂ, ശിവഗിരി മഠത്തിന്റെ അധിപതിയായ സ്വാമി പറഞ്ഞതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതേസമയം മുഖ്യമന്ത്രി പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അതിനെ തള്ളിക്കളയുന്നു. ഈ പറയുന്ന BJP വക്താവ് പറഞ്ഞ ഇരട്ടത്താപ്പ് കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലാവും. ഒന്നുകിൽ BJP വക്താവിനെ BJP-ക്ക് ഈ ശിവഗിരി മഠത്തെയും ശിവഗിരി മഠത്തിന്റെ നേതാവായ സച്ചിദാനന്ദ സ്വാമിയുടെയും അഭിപ്രായത്തെ തള്ളിക്കളയുവാനുള്ള തണ്ടലുണ്ടോ? ഞാൻ ഇയാളെ ഈ പറയുന്ന എന്റെ ബഹുമാനായ ഇദ്ദേഹത്തെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കും, താങ്കൾക്ക് ഈ ചർച്ചയിൽ ഇരുന്നുകൊണ്ട് ശിവഗിരി മഠത്തിന്റെ
സച്ചിദാനന്ദ സ്വാമിയുടെ അഭിപ്രായത്തെ തള്ളിക്കളയുന്നു എന്ന് ഒറ്റ വാക്ക് പറഞ്ഞാൽ താങ്കളെ ഞാൻ നാളെ വന്ന് താങ്കളുടെ കാലേ തൊട്ട് നമസ്കരിക്കാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിങ്ങളുടെ മുന്നിൽ കൂപ്പി നിൽക്കാം. അവിടെയും കേരളത്തിന് ആദരണീയായ മുഖ്യമന്ത്രി ആ അഭിപ്രായത്തോട് സമരസപ്പെട്ടതുകൊണ്ട് അദ്ദേഹത്തെ കല്ലെറിയാനോ ക്രൂശിക്കാനോ കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിക്കില്ല എന്ന് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പറയൂ. ശിവഗിരി മഠത്തിലെ ശിവഗിരി മഠാധിപതി പറഞ്ഞത്, സച്ചിദാനന്ദ സ്വാമി പറഞ്ഞത്, പിണറായി വിജയൻ പറഞ്ഞതുപോലെ തെറ്റാണെന്ന്. ഇവർ രണ്ടുപേരും ഒരേ തെറ്റ് ചെയ്തു എന്ന് താങ്കൾക്ക് ആധിപത്യമുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താങ്കളുടെ നട്ടലിന്റെ ഭാഗത്ത് യഥാർത്ഥ എല്ലാണെങ്കിൽ താങ്കളൊന്ന് പറയൂ. കേരളത്തിലെ പൊതുസമൂഹവും ന്യൂസ് 18 പ്രേക്ഷകരും കേൾക്കട്ടെ. ശ്രീ കെ സോമൻ, ഇവിടെ നമുക്കറിയാം, നമ്മൾ ആദ്യം മൂലം പറഞ്ഞ കാര്യമാണ്, അതായത് സ്വാമി പറഞ്ഞ കാര്യത്തിൽ BJP യോജിക്കുന്നു. പക്ഷേ അതിലിടപെട്ടത് മുഖ്യമന്ത്രി ആയതുകൊണ്ടും CPM നേതാവായതുകൊണ്ടും പിണറായി വിജയൻ ആയതുകൊണ്ടും അതിനോട് വിയോജിക്കുന്നു എന്നുള്ളതാണ്. ആയൂർ ബിജുവും പറയുന്നത് അങ്ങനെയാണ്. അതാണോ സംഗതി? ശ്രീ കെ സോമൻ, ഈ ആയൂർ ബിജുവിന്റെ വെല്ലുവിളിയൊന്നും ഞാനിപ്പം ഏറ്റെടുക്കുന്നില്ല. കാരണം അദ്ദേഹം വലിയ പോരാളിയും അദ്ദേഹം വലിയ അറിവുള്ള ആളുമാണ്. അദ്ദേഹം വലിയ അറിവുള്ള ആളും വലിയ പോരാളിയും ഒക്കെയാണ്. കാരണം അദ്ദേഹം പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം ആ നിലയിൽ കരുത്തൊക്കെയുള്ള പ്രസ്ഥാനമാണ് കേരളത്തില്. ശ്രീമാൻ ആയൂർ ബിജു അങ്ങന്റെ കാലിൽ വന്ന് നമസ്കരിക്കുകയൊന്നും വേണ്ട. ഞാൻ അങ്ങയുടെ നമസ്കാരം, ഞങ്ങളുടെ പാരമ്പര്യം സന്യാസി സമൂഹത്തെ, ആചാര്യ സമൂഹത്തെ, ആധ്യാത്മിക സ്ഥാപനങ്ങളുടെ അധിപന്മാരെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട്, അവരെ സ്മരിച്ചുകൊണ്ട്, ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളെ സ്തുതിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധി എന്ന നിലയിലാണ് ഈ കേരളീയ സമൂഹത്തിൽ ഞാൻ പ്രവർത്തിക്കുന്നതെന്ന് ബഹുമാനനായ ആയൂർ ബിജുവിനോട് ഏറെ വിനയത്തോടെ ഈ സന്ദർഭത്തിൽ ഉപയോഗിച്ചു കൊള്ളട്ടെ. അങ്ങ് ആടിനെ പട്ടിയാക്കാനും പട്ടിയെ പേപ്പട്ടിയാക്കാനും പിന്നെ അതിനെ തല്ലിക്കൊല്ലാനും വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നത് ഈ ചർച്ചയിൽ വിലപ്പോവില്ല. ഞാൻ ആവർത്തിക്കുന്നു, ആധ്യാത്മിക ഗുരുവെന്ന നിലയിൽ, ശിവഗിരിയുടെ അധിപൻ എന്ന നിലയിൽ സ്വാമി സച്ചിദാനന്ദ സ്വാമികൾക്ക് ആ സമ്മേളനത്തിൽ പറയാനുള്ള അഭിപ്രായത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അവിശ്വാസിയായിട്ടുള്ള പിണറായി വിജയൻ, വിഗ്രഹാരാധനയെ അംഗീകരിക്കാത്ത പിണറായി വിജയൻ, ക്ഷേത്രം തകർന്നാൽ അന്ധവിശ്വാസം തകർന്നു എന്ന് കരുതുന്ന പിണറായി വിജയൻ, അമ്പലമെന്നാൽ ആൽത്തറയെന്നും വിഗ്രഹമെന്നാൽ കല്ലെന്നും പറഞ്ഞ് വിശ്വാസി സമൂഹത്തെ ആക്ഷേപിച്ച പിണറായി വിജയൻ, ശബരിമലയിലെ ആചാരം തകർക്കാൻ ശ്രമിച്ച പിണറായി വിജയൻ, ഈ ആചാരവുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറയാൻ ആളല്ല എന്ന് ശരി ശരി അതാണ് നിലപാട്. ശ്രീ അനൂപ് ശരി ശ്രീ അനൂപ് അവസാനമായി 1 മിനിറ്റ്. അനൂപ്, ശ്രീ അനൂപ് താങ്കൾക്ക് പറയാം. ശ്രീ അനൂപ്. അല്ല ശ്രീ രഞ്ജിത്ത്, ഞാൻ പൂർത്തീകരിച്ചോട്ടെ. അങ്ങ് അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ ഇവിടെ ഈ ചർച്ചയിൽ പറയാണ്. ഞാൻ അവസാനിപ്പിച്ചോട്ടെ. ഇതൊരു ഭരണാധികാരി എന്ന നിലയിൽ അവിശ്വാസിയായിട്ടുള്ള പിണറായി വിജയൻ പറയുന്നത് വിശ്വാസി സമൂഹത്തെ ആക്ഷേപിക്കാനാണ്. അത് തന്നെയാണ് ശ്രീനാരായണ ഗുരുധർമ്മത്തെയും ശിവഗിരിയിൽ ആക്ഷേപിക്കുകയായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി. അത് അനുവദിക്കില്ല എന്നാണ് BJPയുടെ നിലപാട്. ഇവിടെ സംഘപരിവാർ പ്രതിനിധി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അദ്ദേഹം ഇവിടെ പറയുന്നു സച്ചിദാനന്ദ സ്വാമികൾ സർവാദരണീയനാണെന്ന് പറയുമ്പോൾ സച്ചിദാനന്ദ സ്വാമിക്കെതിരെ ഫേസ്ബുക്കിൽ സംഘപരിവാർ അനുഭാവികൾ നടത്തുന്ന അധിക്ഷേപ വർഷമാണ്. കമ്മി സ്വാമി എന്ന അദ്ദേഹത്തിന്റെ പോസ്റ്റിനടിയിൽ എന്നെ നായരായി ബ്രാൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞ നിങ്ങളുടെ രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരി പോയി പറയുന്നതൊക്കെ ഞങ്ങൾ കേട്ടോ. അത് ആരെങ്കിലും ഒക്കെ എവിടെയെങ്കിലും എഴുതിയാൽ അതൊന്നും BJPയുടെ ഔദ്യോഗിക നിലപാടാണ് എന്ന് അങ്ങ് ഈ ചർച്ചയിൽ പറയല്ലേ? ശരി സമയക്കുറവുണ്ട്, ഇടപെടുകയാണ്. ദയവായി ക്ഷമിക്കണം. എന്റെ പ്രധാനപ്പെട്ട അതിഥികൾ ശ്രീ കെ സോമൻ, ശ്രീ ആയൂർ ബിജു, ശ്രീ VR അനൂപ് ഈ ചർച്ചയുടെ ഭാഗമായി. ഏതായാലും സമവായത്തിലൂടെ വേണം ഇത്തരം വിഷയങ്ങളിൽ, വിശ്വാസപരമായ വിഷയങ്ങളിൽ അഭിപ്രായം പറയാനും ഇടപെടാനും മാറ്റങ്ങൾ വരുത്താനും എന്നത് തന്നെയാണ് വളരെ പ്രധാനമായും ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. ചർച്ച പൂർണ്ണമാകുന്നു. നമസ്കാരം.